യുദ്ധം കഴിഞ്ഞാലും ഇനി ഗസയ്ക്കൊരു പഴയ ജീവിതം ഉണ്ടാകാൻ പാടില്ല എന്ന വളരെ ഒരു ലോങ് ടേം പ്ലാനിലാണ് ഇസ്രായേൽ വർക്ക് ചെയ്യുന്നത്. കാരണം അവിടെ ഈ മണ്ണുമാന്തി യന്ത്രങ്ങൾ കൊണ്ടുപോയി റോഡുകൾ തകർക്കുന്നതിൻ്റെ വീഡിയോ കാണാൻ കഴിയും. ഒരു കാര്യമില്ലാതെ റോഡുകൾ തകർക്കണം എന്ന് വെച്ചാൽ അവിടെ ഇനി ഒരു സൗകര്യങ്ങൾ ഉണ്ടാവാൻ പാടില്ല. സ്കൂളുകൾ തകർത്തു, ആശുപത്രികൾ തകർത്തു, റോഡുകൾ, കളിസ്ഥലങ്ങൾ സകലതും തകർത്തു. സോ ഗസയുടെ അതിജീവനം ഇനി എങ്ങനെയാണ്? ഗസ നിവാസികൾക്ക് അവിടെ ഒരു നിലയ്ക്കും തുടരാൻ കഴിയില്ല എന്ന നില സംജാതമായോ? ആ നിലയ്ക്ക് ഇസ്രായേലിൻ്റെ ഒരു സ്ട്രാറ്റജിയുടെ ഒരു വിക്ടറിയാണോ? നോക്കൂ നിഷാദ്, ഇപ്പൊ ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നതൊക്കെ ഇസ്രായേലിന്റെ ഒരു 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 അവിടുത്തെ ഭരണകൂടത്തിന്റെ ഒരു പ്ലാൻ അനുസരിച്ചിട്ടുള്ള സംഗതികളാണ് ഇപ്പോൾ മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതായത് ഗസയെ നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ട പോലെ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന പോലെ ഒരു അൺഇൻഹിബിറ്റഡ് പ്ലേസ് ആക്കി മാറ്റും, താമസിക്കാൻ പറ്റാത്ത ഒരു ഡെസേർട്ടഡ് ഐലൻഡ് ആക്കി മാറ്റും എന്നൊക്കെയുള്ള ഒരു പ്ലാനിന്റെ അടിസ്ഥാനത്തിൽ ഇതൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോഴും ഗസയിലെ പ്രതിരോധം, അതിനെക്കുറിച്ച് നമ്മൾ ശരിക്ക് വാസ്തവത്തിൽ അതിന്റെ ശക്തിയെ കുറച്ച് കണ്ടിട്ടോ അല്ലെങ്കിൽ അതിനെ ഇടയ്ക്ക് നമ്മൾ വിസ്മരിച്ചു പോവുകയാണ്. ഇസ്രായേൽ എന്ന് പറയുന്ന ഒരു ശക്തി, ഒരു സൈനിക ശക്തി, ലോകത്തിലെ ഏറ്റവും ഇത്രത്തോളം ആർമിയും ട്രെയിനിങ്ങും അതുപോലെ തന്നെ എക്യുപ്മെന്റും സ്റ്റേറ്റ് ഓഫ് ദ ആർട്ട് ടെക്നോളജിയും സർവൈലൻസും ഒക്കെ ഉള്ള ഒരു സൈന്യം വളരെ നിസ്സഹായരായ ഒരു ജനതയോട് ചെയ്യുന്ന ഒരു വശം, ഒരു വൺ സൈഡഡ് ആയിട്ടുള്ള ഒരു ക്രൂവൽറ്റിയുടെ ഒരു മുഖമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വാസ്തവത്തിൽ അത് തന്നെയാണ് വാസ്തവത്തിൽ ഗസയുടെ ജനങ്ങൾക്ക് ഏറ്റവും ഗുണകരമായി മാറാൻ പോകുന്നത് എന്നാണ് ഞാൻ പറയാ. എന്ന് പറഞ്ഞാൽ ഇപ്പോ ഇന്റർനാഷണൽ സപ്പോർട്ട് പരിപൂർണമായിട്ടും ഇസ്രായേലിന് നഷ്ടപ്പെട്ടു കഴിഞ്ഞു. അവരോടൊപ്പം നിന്ന പല രാജ്യങ്ങളും ഈ ഒരു ഘട്ടത്തിൽ ആ പിന്തുണ അവർക്ക് കൊടുക്കാൻ എല്ലാ അർത്ഥത്തിലും ആ പിന്തുണ പിൻവലിച്ചു കഴിഞ്ഞു. ഫ്രാൻസ് അടക്കം. സ്പെയിനിലെ മന്ത്രി പറഞ്ഞിരിക്കുന്നു, ഞങ്ങൾ ഇസ്രായേലിനെ ഈ അന്താരാഷ്ട്ര കോടതിയിലേക്ക്, നീതിന്യായ കോടതിയിലേക്ക് എടുക്കും. സൗത്ത് ആഫ്രിക്ക ഓൾറെഡി അന്താരാഷ്ട്ര കോടതിയിൽ കേസ് കൊടുത്തു കഴിഞ്ഞു. ആ കേസിൽ തുർക്കി കക്ഷി ചേർന്നു, മലേഷ്യ കക്ഷി ചേർന്ന് കഴിഞ്ഞു. സ്വാഭാവികമായിട്ടും ഇത്തരം ഒരു പ്രഷർ, അന്താരാഷ്ട്ര സമ്മർദ്ദം, അത് പ്രത്യേകിച്ച് വളരെ കൺസേർട്ടഡ് ആയിട്ടുള്ള ഏതെങ്കിലും അർത്ഥത്തിലുള്ള കുറച്ച് റെട്ടോറിക് അല്ല, ഒരു വാചകമടിയല്ല, മറിച്ച് കൃത്യമായ ഒരു ആസൂത്രിതമായ സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു പ്രഷർ ബിൽഡ് ചെയ്യാൻ അന്താരാഷ്ട്ര സമൂഹത്തിന് പതുക്കെ ഇണെങ്കിലും സാധിച്ചുകൊണ്ടിരിക്കുന്നു എന്നത് വളരെ പ്രധാനപ്പെട്ട സംഗതിയാണ്. അമേരിക്കൻ വൈറ്റ് ഹൗസിലെ തന്നെ രണ്ടാമത്തെ ഉദ്യോഗസ്ഥൻ, എഡ്യൂക്കേഷന്റെ ചുമതലയുള്ള ഒരു ഉദ്യോഗസ്ഥൻ ഇപ്പോൾ രാജിവെച്ചു കഴിഞ്ഞു. അതുപോലെ തന്നെ UK-യിലും ജർമ്മനിയിലും ഇറ്റലിയിലും ഒക്കെ തന്നെ ഈ പറഞ്ഞ അർത്ഥത്തിൽ ഭരണകൂടത്തിൽ അതിശക്തമായ സമ്മർദ്ദങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു. സ്വാഭാവികമായിട്ടും ഈ യുദ്ധത്തിന്റെ ഡേ ആഫ്റ്റർ എന്നുള്ളത് ഇസ്രായേലിന്റെ ഒരു സ്വപ്നമാണ്. അവിടെ ബിൽഡിംഗ് പണിയുക, റെസിഡൻഷ്യൽ, നേരത്തെ ഇവിടെ സൂചിപ്പിക്കപ്പെട്ടതുപോലെ അപ്പാർട്ട്മെന്റുകൾ പണിയുക, എന്നിട്ട് ഇസ്രായേലികളെ കൊണ്ടുവന്ന് വീണ്ടും ഒരു കുടിയേറ്റ കേന്ദ്രമാക്കി അതിനെ മാറ്റാം. ഇവിടെയുള്ള എല്ലാ ഫെസിലിറ്റിയും തകർത്ത് ഞങ്ങളുടെ തന്നെ കയ്യിൽ ഇത് വെക്കുക എന്നുള്ളത് ഇസ്രായേലിന്റെ സ്വപ്നം മാത്രമാണ്. ഒരർത്ഥത്തിലും അത് നടക്കാൻ പോകുന്നില്ല എന്നതിന്റെ തെളിവ് ഇപ്പോൾ നോക്കൂ. ഖാൻ യൂനിസിൽ, ഷുജായിയയിലും ഒക്കെ പിന്നെ പ്രതിരോധം തീർക്കുന്ന ഹമാസിന്റെയും അതുപോലെ തന്നെ മറ്റ് പ്രതിരോധ സംഘങ്ങളുടെയും ആ ശക്തമായ ചെറുത്തുനിൽപ്പിനെ ഒരു നിലക്കും അടിച്ചമർത്താനോ തോൽപ്പിക്കാനോ അതിനെ പൂർണ്ണമായും ഇല്ലാതാക്കാനോ ഇസ്രായേലിന് കഴിയാത്തിടത്തോളം ഗസ അവരുടെ വരുതിയിൽ വരില്ല. എന്ന് പറഞ്ഞതിന്റെ അർത്ഥം ഈ പറഞ്ഞ ചെറുത്തുനിൽപ്പ് അത് ഒളി പോരാട്ടമായിട്ട്, ഗറില്ല യുദ്ധമായിട്ടൊക്കെ ഇനി പരിവർത്തിക്കുന്നത് കാണുന്നു. അതുകൊണ്ടാണ് ഇപ്പോ ധാരാളം സൈന്യത്തെ അവർ പിൻവലിച്ചു. അവർക്ക് ആകെ ചെയ്യാൻ സാധിക്കുക ആകാശത്ത് നിന്ന് ബോംബിടുക, എല്ലാവരെയും നിഷ്കരുണം കൊന്നൊടുക്കുക, ഇൻഫ്രാസ്ട്രക്ചർ തകർക്കുക. അത് അവർ ചെയ്തുകൊണ്ടിരിക്കുന്നു. പക്ഷെ അന്തിമമായി ഗസയെ കൺട്രോൾ ചെയ്യണമെങ്കിൽ, അതിനെ നിയന്ത്രിക്കണമെങ്കിൽ, അവിടെ നേരത്തെ പറഞ്ഞ പോലെ എല്ലാവരെയും പുറന്തള്ളണമെങ്കിൽ കരയുദ്ധം വഴി അവരെ കീഴടക്കണം. പൂർണ്ണമായും ആ ഒരു പ്രദേശത്തെ നിയന്ത്രണത്തിൽ കൊണ്ടുവരണം. അങ്ങനെ നിയന്ത്രണത്തിൽ കൊണ്ടുവരാൻ ഒരർത്ഥത്തിലും സാധിക്കില്ല എന്ന് മാത്രമല്ല, ഈ ഒരു ഘട്ടത്തിലേക്ക് യുദ്ധം, അതുകൊണ്ടാണ് ഇപ്പോൾ ഈ മറ്റ് ടാക്ടിക്സുകൾ എടുക്കുന്നത്. അതായത് ഇതൊരു ഈ റീജിയണൽ യുദ്ധമായിട്ട് മാറി കഴിഞ്ഞാൽ, ലബനാനെയും സിറിയയും അല്ലെങ്കിൽ ഇറാനെയും ഒക്കെ ഇതിന്റെ അകത്തേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞാൽ പതുക്കെ പിന്നെ കൂടുതൽ ഗസയെ നിയന്ത്രിക്കാൻ സാധിക്കുമെന്ന വ്യാമോഹത്തിലാണ് നെതന്യാഹു ഉള്ളത്. അതുകൊണ്ട് തന്നെയാണ് ഹിസ്ബുള്ളയും ഇറാനും ഒക്കെ ടാക്ടിക്കലി അത് പ്രതികരിക്കുന്നതും. അങ്ങനത്തെ ഒരു ആയുധം ഇസ്രായേലിന് കയ്യിൽ വെച്ച് കൊടുക്കില്ല എന്ന് ഹിസ്ബുള്ള പറഞ്ഞു കഴിഞ്ഞു. ഞങ്ങൾ ഇസ്രായേലിന് ആഗ്രഹിക്കുന്നത് ഒരു മേഖലാ യുദ്ധമാണ്, പക്ഷെ അതിപ്പോ തൽക്കാലം അങ്ങനെ ഒരു ഫുൾ ബ്ലോൺ യുദ്ധത്തിലേക്ക് ഞങ്ങൾ പോകാൻ തയ്യാറല്ല എന്ന് അവർ പറഞ്ഞു. ഒരു വെടിനിർത്തലിലേക്ക് കാര്യങ്ങൾ പോകുന്നില്ല. സമ്പൂർണ്ണമായും ഇസ്രായേൽ നിയന്ത്രിക്കുന്ന, ഇസ്രായേലിന്റെ തീരുമാനങ്ങൾ നടപ്പിലാവുന്ന ഒരു ഗസയിലാണ് ഇപ്പോൾ യുദ്ധം നടക്കുന്നത്. ശരിയാണ്, ചില സെറ്റ് ബാക്ക് ഒക്കെ ഉണ്ടാകുന്നുണ്ടെങ്കിലും ഹമാസും അതിന്റെ പ്രതിരോധം എന്നത് ഈ അടച്ചു വെക്കപ്പെട്ട ഗസയിൽ എത്ര നാൾ നീണ്ടുപോകുന്ന ഒന്നായിരിക്കും.
ഗസയിൽ ധാരാളം, അതായത് ഹമാസിന്റെ കുറിച്ചുള്ള നമ്മളുടെ നിരീക്ഷണങ്ങളിൽ നമുക്ക് പ്രത്യേകിച്ച് മനസ്സിലാക്കാൻ കഴിയുന്ന ഒരു സംഗതി, എത്ര തന്നെ നീണ്ടുപോയാലും തുടർന്നു പോകാൻ പറ്റുന്ന അത്തരത്തിലുള്ള ഒരു പ്ലാനിങ്ങും അതിന് പറ്റുന്ന അമ്മ്യൂണിഷനും അതിന് പറ്റുന്ന തയ്യാറെടുപ്പുകളും വേണ്ടത്ര രൂപത്തിൽ നടത്തി തന്നെയാണ് ഹമാസ് ഈ യുദ്ധത്തിന് തയ്യാറായിരിക്കുന്നത്. നോക്കൂ, ഇസ്രായേലിനാണ് അവിടെ കാര്യങ്ങൾ തീരുമാനിക്കുന്നതെങ്കിൽ എന്തുകൊണ്ട് ഒരു ബന്ദിയെ പോലും അവർക്ക് മോചിപ്പിക്കാൻ സാധിച്ചിട്ടില്ല ഇതുവരെ? ഹമാസിന്റെ ഏതെങ്കിലും ഒരു ലീഡറെ അവിടെ കൊന്നു എന്ന് പറയാൻ സാധിക്കുന്ന രൂപത്തിൽ ഇസ്രായേലിന് ഒരു വിജയം അവരുടെ ആളുകൾക്ക് കാണിച്ചു കൊടുക്കാൻ സാധിക്കുന്നില്ല. അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ വിചാരിക്കാത്ത ഒരു ഗതിയിലൂടെയാണ് യുദ്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് അതിന്റെ വഴികൾ മാറ്റാനും അതിന്റെ ഗതി തിരിച്ചുവിടാനും ഒക്കെ ഇസ്രായേൽ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്.